പ്രൈസ് ആൻഡ് വർഷിപ്പിലേക്ക് പ്രവേശിക്കുന്നു. ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നത് ശാലോം ശുശ്രൂഷകനായ ജെയിൻ ദേവസിയാണ്. അദ്ദേഹത്തോട് ചേർന്ന് നമുക്ക് ഒരുമിച്ച് നമ്മുടെ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ മഹത്വപ്പെടുത്താനായിട്ട് പരിശ്രമിക്കാം. ഈ ഒരു ദിവസം ഈശോയുടെ മുൻപിൽ വരുവാനും അവിടുത്തെ ഒന്ന് ചേർന്നൊരു ഗണമായി ഈ ലോകത്തോട് ചേർന്ന് അവിടുത്തെ സ്തുതിക്കാനും അവിടെ നമ്മളെ തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ പലരും നൈറ്റ് വിജിലുകൾ കൂടുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്ന് നൈറ്റ് വിജിലിൽ പങ്കെടുക്കുന്നവർ ഈശോയുടെ മുൻപിൽ സ്പെഷ്യലാണ്. കാരണം ഓരോ ദിവസവും അവിടുന്ന് നമുക്ക് സ്പെഷ്യലായിട്ടാണ് നൽകുന്നത്. ഇന്നത്തെ രീതിയിൽ ഇന്നത്തെ ഈ സമയത്ത് ഇന്ന് മാത്രമേ നമുക്ക് ഇവിടെ ഇരുന്ന് ദൈവത്തെ ആരാധിക്കാൻ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആയതിനാൽ നമ്മെ വിളിച്ച ഈശോയോട് നമുക്ക് നന്ദിയോടെ നിൽക്കാം, സന്തോഷത്തോടെ ദൈവത്തിന് മുൻപിൽ നിൽക്കാം. ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നു, നമ്മൾ ഇന്ന് ദൈവത്തെ ആരാധിക്കാൻ വന്നിരിക്കുന്നു. തുടർന്നുള്ള കുറച്ച് സമയങ്ങൾ നമ്മൾ ഈശോയെ ആരാധിക്കുക. അപ്പോൾ ഈശോയെ ആരാധിക്കുമ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുക ഇങ്ങനെയാണ്: നമ്മൾ മറ്റെല്ലാ കാര്യങ്ങളും അങ്ങ് മറക്കുക. നമുക്ക് പല നിയോഗങ്ങളുണ്ടാകും, നമ്മളോട് പ്രാർത്ഥന സഹായം ചോദിച്ചവരൊക്കെ ഉണ്ടാകും. അത് നമുക്ക് ഈ നൈറ്റ് വിജിലിൻ്റെ ഇടവേളകളിലൊക്കെ നമുക്ക് സമയങ്ങളുണ്ട് ഈശോയ്ക്ക് കൊടുക്കാൻ. ഈ സ്തുതിയാരാധനയുടെ സമയത്ത് നമുക്കെല്ലാം മറക്കാം, പുറത്തുള്ളതെല്ലാം മറക്കാം. ഭവനങ്ങളിലായിരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിലേക്ക് കൂടുന്നവരും അവരും ഓർക്കുക, ഇത് ആരാധനയുടെ സമയമാണ്, നിമിഷങ്ങളാണ്, സന്തോഷത്തിൻ്റെ. സ്വർഗത്തിൽ ഹല്ലേലൂയ പാടുന്ന മാലാഖമാരോടും വിശുദ്ധരോടും സർവരോടും ചേർന്നിട്ട് നമ്മളും ദൈവത്തിന് ഹല്ലേലൂയ പാടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈശോയുടെ മുൻപിൽ നമുക്കൊന്ന് എണീറ്റ് നിൽക്കാം. പുഞ്ചിരിയോടെ ദൈവത്തെ ആരാധിക്കാൻ ലഭിച്ച ഈ ഒരു അവസരം ഒത്തിരി നന്ദിയോടെ നമുക്ക് വിനിയോഗിക്കാം. സങ്കീർത്തനം 100:1 അതിപ്രകാരം പറയുക: ഭൂമി മുഴുവൻ കർത്താവിൻ്റെ മുൻപിൽ ആനന്ദഗീതം മുഴക്കട്ടെ, സന്തോഷത്തോടെ അവിടത്തേക്ക് ശുശ്രൂഷ ചെയ്യുവിൻ, ഗാനാലാപത്തോടെ അവിടുത്തെ സന്നിധിയിൽ പ്രവേശിക്കുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കൊന്ന് ചേർന്ന് ഈശോയെ ഒന്ന് ആരാധിക്കണം. ഒന്ന് മുഖത്തോട് മുഖമൊക്കെ നോക്കി പുഞ്ചിരിച്ച് നമുക്കൊന്ന് പറയാം, നമ്മൾ ഒന്നിച്ച് ഈശോയെ ആരാധിക്കുമെന്ന്, നമ്മൾ സന്തോഷത്തോടെ ഈശോയെ ആരാധിക്കുമെന്ന്. ഒന്ന് പുഞ്ചിരിച്ച് ആനന്ദത്തോടെ നമുക്ക് കരങ്ങളടിച്ച് സർവം മറന്ന് ഒരു സമൂഹമായി നമുക്ക് ഈശോയെ ആരാധിക്കാം. ഭൂവാസികളെ യഹോവയ്ക്കാർപ്പിടുവിൻ, ഭൂവാസികളെ യഹോവയ്ക്കാർപ്പിടുവിൻ. താളത്തിൽ കരങ്ങളടിച്ച് എന്നെ വിളിച്ച് വേർതിരിച്ച, എന്നെ അനുഗ്രഹിച്ച എൻ്റെ ദൈവത്തെ ഞാൻ ആരാധിക്കുന്നു. അവിടുത്തെ ഞാൻ ആരാധിക്കുന്നു, അങ്ങനെ ഞാൻ സ്തുതിക്കുന്നു. സർവ്വ മഹത്വത്തിനും സർവ്വ സ്തുതിപ്പുകൾക്കും യോഗ്യനായ എൻ്റെ ദൈവത്തെ സർവ്വം മറന്ന് ആനന്ദത്തോടെ ഒന്നിച്ച് ചേർന്ന് പാടി. സന്തോഷത്തോടെ വന്നു കൂടുവിൻ, സംഗീതത്തോടെ സ്തുതി പാടുവിൻ, അവൻ വല്ലവനല്ലോ ദയയെന്നുമുള്ളത്, അവൻ വല്ലവനല്ലോ സ്തുതി എന്നു ഉയർത്തി, അവൻ വല്ലവനല്ലോ ദയയെന്നുമുള്ളത്, അവൻ വല്ലഭനല്ലോ സ്തുതി എന്നു അവന്. ഭൂവാസികളെ യഹോവയ്ക്കാർപ്പിടുവിൻ, ഭൂവാസികളെ
32-ാം അധ്യായം 27 ഇപ്രകാരമാണ് പറയുക: ഞാൻ സകല മർത്യരുടെയും ദൈവമല്ലേ, എനിക്ക് അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? സർവശക്തനാണ് നമ്മുടെ ദൈവം, അവിടുന്ന് നമുക്ക് എല്ലാത്തിനും മതിയായവനാണ്. ഓർക്കുക, ആനന്ദിക്കുക. ഇത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ട വേറെ ഏതൊരു ജനതയാണുള്ളത്? നമ്മളെ ദൈവം അനുഗ്രഹിക്കുന്നു, അവൻ നമ്മളെ കാണുന്നു. അവിടുത്തെ ഒന്ന് ചേർന്ന് വീണ്ടും ആനന്ദിച്ച് സന്തോഷത്തോടെ യഹോവ തന്നെ ദൈവമെന്നറിവിൻ, അവൻ നമ്മെ മെനഞ്ഞുവല്ലോ. യഹോവ തന്നെ ദൈവമെന്നറിവിൻ, അവൻ നമ്മെ മെനഞ്ഞുവല്ലോ. അവൻ നമുക്കുള്ളവൻ, നാം അവനുള്ളവർ, അവനെ സ്തുതിച്ചിടുവിൻ. അവൻ നമുക്കുള്ളവൻ, നാം അവനുള്ളവർ, അവനെ സ്തുതിച്ചിടുവിൻ. കരമുയർത്തി. അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളത്, അവൻ നല്ലവനല്ലോ, സ്തുതിയെന്നും അവന്. അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളത്, അവൻ നല്ലവനല്ലോ, സ്തുതിയെന്നും അവന്. കരങ്ങൾ താഴ്ത്തി. ഭൂവാസികളെ യഹോവയ്ക്കാർപ്പിടുവിൻ. ഹല്ലേലൂയ. ഭൂവാസികളെ യഹോവയ്ക്കാർപ്പിടുവിൻ. പുറപ്പാടിന്റെ പുസ്തകത്തില് നമുക്കറിയാം, ജെറീക്കോ കോട്ടയുടെ മുൻപിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന ഒരു ഇസ്രായേൽ സമൂഹമുണ്ട്. എന്നാൽ ദൈവം അവരോട് പറഞ്ഞു, നിങ്ങൾ ആഹ്ലാദാരവങ്ങളോടെ ആ കോട്ടയ്ക്ക് ചുറ്റി സഞ്ചരിക്കുക, പ്രാർത്ഥിച്ച് ദൈവത്തെ സ്തുതിച്ച്. എന്താ സംഭവിക്കുന്നൊന്നും അവർക്ക് അറിയില്ല. എന്നാൽ അവർ ദൈവത്തെ ആരാധിച്ചു, അവർ നൃത്തം ചെയ്തു, കരമടിച്ച് നമുക്കൊന്ന് ചലിച്ച് ദൈവത്തെ ഒന്നിച്ച് ഈശോയെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ഈശോയെ നോക്കി, ഈശോയെ കണ്ട്, ഓ ദൈവമേ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു. ഈശോയുടെ നാമം പരിശുദ്ധമാണ്, അവിടുന്ന് വിശ്വസ്തനാണ്. തലമുറകൾ തോറും അവിടുന്ന് നമ്മുടെ മേൽ അനുഗ്രഹം വർഷിക്കും. അതെ, ആയിരുന്നവനും ആയിരിക്കുന്നവനും വരുവാനിരിക്കുന്നവനായവൻ പരിശുദ്ധനാണ്. കരങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഒന്ന് ഉയർത്തി, ഓ ഈശോയെ, ഓ പരിശുദ്ധനെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു എന്ന് പറയാം. ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവെ ആരാധിക്കുന്നു, നന്ദി പറയുന്നു. ഓ ആയിരുന്നവനും ആയിരിക്കുന്നവനും വരുവാനിരിക്കുന്നവനുമായ സർവശക്തനായ ദൈവമേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അങ്ങേ നാമം പരിശുദ്ധമാണ്, അങ്ങേ നാമം വാഴ്ത്തപ്പെടട്ടെ. ഹല്ലേലൂയ. യേശുവേ. വിശ്വസ്തനെന്നറിവിൻ, അവൻ നമ്മെ വിളിച്ചുവല്ലോ. യഹോവ തന്നെ വിശ്വസ്തനെന്നറിവിൻ, അവൻ നമ്മെ വിളിച്ചുവല്ലോ. അവൻ നല്ല ഇടയൻ, തന്റെ ആടുകൾ നാം അവനെ സ്തുതിച്ചിടുവിൻ. ഓ ദൈവമേ, അവൻ നല്ല ഇടയൻ, തന്റെ ആടുകൾ നാം അവനെ സ്തുതിച്ചിടുവിൻ. കരമുയർത്തി. അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളത്, അവൻ നല്ലവനല്ലോ, സ്തുതിയെന്നും അവന്. അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളത്, അവൻ നല്ലവനല്ലോ, സ്തുതിയെന്നും അവന്. ഭൂവാസികളെ യഹോവയ്ക്കാർപ്പിടുവിൻ. ഭൂവാസികളെ യഹോവയ്ക്കാർപ്പിടുവിൻ. സന്തോഷത്തോടെ വന്നു കൂടുവിൻ, സംഗീതത്തോടെ സ്തുതി പാടുവിൻ. സന്തോഷത്തോടെ വന്നു കൂടുവിൻ, സംഗീതത്തോടെ സ്തുതി പാടുവിൻ. കരമുയർത്തി. അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളത്, അവൻ വല്ലഭനല്ലോ, സ്തുതിയെന്നും അവൻ. വല്ലഭനായ ദൈവമേ, നല്ലവനല്ലോ, ദയയെന്നുമുള്ളത്, അവൻ വല്ലഭനല്ലോ, സ്തുതിയെന്നും അവന്. അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളത്, അവൻ വല്ലഭനല്ലോ, സ്തുതിയെന്നും അവന്. അവൻ നല്ലവനല്ലോ,
അങ്ങയുടെ കരുതലിന് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ വിടുതലിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ പൂർണ്ണമായി ഉയർത്തുന്ന ദൈവമേ, ഓ സ്വർഗീയ വൃന്ദമാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് ഒരു സ്വർഗീയ അനുഭൂതിയിലേക്ക് എന്നെ നയിക്കുന്ന അങ്ങയുടെ സ്നേഹത്തിന്, അങ്ങയുടെ പരിപാലനയ്ക്ക്, അങ്ങയുടെ കരുതലിന് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വരമുയർത്തി സ്തുതിക്കാം യേശുവേ. സ്വയം വിട്ടുകൊടുത്തുകൊണ്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ യേശു രാജാവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണുകൾ അടച്ച് സ്വർഗം മാത്രം ദർശിച്ച് എന്റെ പിതാവിന്റെ മുഖത്തേക്ക് നോക്കി, ഓ ദൈവമേ, ഞാൻ അങ്ങേ ആരാധിക്കുന്നുവെന്ന് ഒരിക്കൽ കൂടി ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര സ്തുതിച്ചാലും എനിക്ക് മതിയാവുകയില്ല, എനിക്ക് മതിയാവുകയില്ല ഈശോയെ, അങ്ങ് മാത്രം മതി എനിക്ക്. ഹല്ലേലൂയ, യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളത് കരം ഹൃദയത്തോട് ചേർത്ത്. അവൻ വല്ലഭനല്ലോ, സ്തുതിയെന്നും അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളത് അവൻ വല്ലഭനല്ലോ, സ്തുതിയെന്നും ഈശോയെ ഒന്ന് കണ്ട്, ദൈവമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എന്ന് പറയാം. ഈശോയെ, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു എന്ന് പറയാം. ഈ നല്ല നിമിഷത്തിനായിട്ട് നന്ദി. എൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്നും അങ്ങയെ സ്തുതിക്കാൻ എനിക്ക് സാധിച്ചു ഈശോയെ. എൻ്റെ ജീവിതം മുഴുവൻ ഒരു സ്തുതിയായി ഞാൻ അർപ്പിക്കുന്നു. അവിടുന്ന് അരുളി ചെയ്തതുപോലെ അങ്ങ് എൻ്റെയും സർവ്വ മനുഷ്യരുടെയും ദൈവമാണ്. അവിടത്തേക്ക് അസാധ്യമായിട്ട് യാതൊന്നുമില്ല. ഞാൻ സർവ്വം മറന്നങ്ങയെ ആരാധിക്കുമ്പോൾ അവിടുന്ന് എനിക്കുള്ളതെല്ലാം നൽകുന്നു. അങ്ങ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. അങ്ങേക്ക് നന്ദി യേശുവേ.